ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇനി എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന രീതിക്കനുസരിച്ച് മാത്രമേ വീഡിയോകൾ ഉണ്ടാവുകയുള്ളൂ. വളരെ പ്രാർത്ഥിച്ചും അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അനുഭവമില്ലാത്ത കാര്യങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ദൈവത്തിനെ അങ്ങനെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ആദ്യം നമ്മളിൽ തന്നെ ഒരു സ്വയം വിധിക്കൽ നടത്തണം എന്നുള്ളതാണ്. മറ്റുള്ളവരെ വിധിക്കുന്നതിന് നമുക്ക് പുറത്തുള്ളവരെ വിധിക്കാനായി അധികാരമില്ലാത്ത, അകത്തുള്ളവരെ വിധിക്കാനായിട്ട് ദൈവം നമുക്ക് അവകാശം അധികാരമൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിലും നമ്മെ ചെക്ക് ചെയ്യേണ്ട വളരെ ആവശ്യമുണ്ട്. എന്നിട്ട് വേണം നാം മറ്റുള്ളവരെ കുറിച്ച് പറയുവാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ കരുതലോടും കൂടിയാണ് ഇനിയുള്ള വീഡിയോകൾ അധികം ഉണ്ടാവുക. ഇതുവരെയുള്ളത് അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാലും കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി ദൈവം എന്നെ അതിൽ മുന്നോട്ട് നയിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് പോലെ വീഡിയോകൾ ഉണ്ടാവും. ഇന്ന് ഒരു പ്രത്യേകമായ ഒരു ചിന്തയാണ് ദൈവവചനത്തിൽ നിന്ന് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ആരെങ്കിലും പൊടി തിന്നുന്ന പാമ്പിനെ കണ്ടിട്ടുണ്ടോ? പാമ്പ് പൊടി തിന്നുന്നത് നമ്മൾ ആരും കണ്ടു കാണാൻ സാധ്യതയില്ല. പാമ്പ് നിലത്തോടെ ഇഴഞ്ഞാണ് നടക്കുന്നത്. മരത്തിലും നിലത്തും ഒക്കെ അത് ഇഴഞ്ഞാണ് നടക്കുന്നത്. പക്ഷേ അത് പൊടി തിന്നുന്നതായിട്ട് നമ്മൾ ആരും കണ്ടു കാണാൻ സാധ്യത വളരെ കുറവാണ്. അത് കണ്ട തവള, കണ്ട പ്രാണികൾ, അങ്ങനെയുള്ള വസ്തുക്കളെയാണ് പാമ്പ് തിന്നുന്നത്. ഇന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും. ദൈവം പിശാചിനെ ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടു. അവൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഉത്തരദിക്കിൽ എൻ്റെ സിംഹാസനം വയ്ക്കും, ദൈവത്തോട് സമനാകുമെന്നെല്ലാം പറഞ്ഞപ്പോൾ അത് ഹൃദയത്തിൽ അവൻ നിരൂപിച്ചുള്ളൂ. അപ്പം തന്നെ ദൈവം അവനെ വെട്ടി താഴെയിട്ടു. അത് പഴയ നിയമ തിരുവെഴുത്തുകളിൽ പല ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അവൻ്റെ ഹൃദയം നെഗളിച്ചു. അവൻ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദൈവദൂതനായിരുന്നു. വളരെ മനോഹര രൂപിണിയായ ഒത്തിരി ഗിഫ്റ്റുകളെല്ലാം ദൈവം കൊടുത്തിട്ടുള്ള ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു ദൈവദൂതനായിരുന്നു അവൻ. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവനൊരു പിശാചായിട്ട് മാറി. ദൈവം അവനെ വെട്ടി താഴെയിട്ടു. അങ്ങനെ ദൈവം വെട്ടി താഴെയിട്ട ഈ പിശാച് ഭൂമിയിൽ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം ഈ ഭൂമിയിൽ തൻ്റെ രൂപത്തിലും തൻ്റെ ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അവരെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവരെ കൊണ്ടുവന്ന് കിഴക്ക് ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട് ആ ഏദൻ തോട്ടത്തിൽ അവരെ പാർപ്പിച്ചു. അവരോട് ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ മരിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു ക്ലാസ് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം വേറെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇവരോട് പറഞ്ഞു, നിങ്ങൾ 2 വൃക്ഷമുണ്ട് തോട്ടത്തിൻ്റെ നടുവ്, ഒന്ന് ജീവവൃക്ഷവും ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ട്. അപ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ അവർക്കൊരു കൽപ്പന കൊടുത്തിട്ട് അവരെ തോട്ടത്തെ കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ കൗശലക്കാരനായ, എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് കൗശലക്കാരനായിരുന്ന പാമ്പ്, അവൻ പിശാച്, അവൻ ഒരു പ്രത്യേക രൂപത്തിൽ അന്ന് വന്നിട്ട്, ഏത് രൂപത്തിലാണ് വന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ അവൻ പാമ്പിൻ്റെ രൂപത്തിലായിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അവൻ ഒരു മരത്തിൽ കയറിയിരുന്നിട്ട് ഹവ്വായെ എല്ലാം നിരീക്ഷിച്ചു, ആദാമിനെല്ലാം നിരീക്ഷിച്ചു. ഒരു ദിവസം ഹവ്വായോട് ചോദിച്ചു, ഈ തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് വാസ്തവമായിട്ടും കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ഹവ്വ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് തോട്ടത്തിൻ്റെ നടുവിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. നിങ്ങൾ അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അതായത് ഇവൻ ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിച്ചിട്ടാണ് വെട്ടുകൊണ്ട് താഴേക്ക് വീണ് പിശാചായിട്ട് മാറിയത്. അതേ പിശാച് ഇപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച ദൈവമായിട്ട് ഫെലോഷിപ്പിൽ ജീവിക്കുന്ന മനുഷ്യനെ തള്ളിയിടുവാൻ വേണ്ടി അവൻ പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ടാണ് നിങ്ങളെ ആ ഫലം തിന്നാതെ തടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ഹവ്വയോട് പറയുകയാണ്. അങ്ങനെ ആ പ്രലോഭനത്തിൽ അകപ്പെട്ട ഹവ്വ ആ ഫലം പറിക്കുകയും തിന്നുകയും അവൾ പാപം ചെയ്യുകയും അവൾ തൻ്റെ ഭർത്താവിന് കൊടുത്ത് ഭർത്താവും അത് തിന്ന് രണ്ടുപേരും പാപികളായി തീരുകയും അവർ ഏദൻ തോട്ടത്തിൽ, ദൈവം വെയിലാറുന്ന സമയത്ത് എല്ലാ ദിവസവും തോട്ടത്തിലേക്ക് വരുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇവർ ദൈവത്തെ കണ്ട് ഭയപ്പെട്ട് ദൈവം വരുന്നത് സമയം അറിഞ്ഞവരെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ നഗ്നരാണെന്നറിഞ്ഞു, അവർക്ക് നാണമുണ്ടായി. അങ്ങനെ അവർ എല്ലാ നിലയിലും ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കത്തക്ക രീതിയിൽ ഒരു കാര്യമുണ്ടായി.
ഉടനെ ദൈവം അവരോട് ചോദിച്ചു, നീ എവിടെയാണ്? അപ്പോൾ ആദാം പറഞ്ഞു, ഞാൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച് വൃക്ഷഫലം നീ തിന്നുവോ? അത് ഹവ്വ തന്നു, എൻ്റെ ഭാര്യ എനിക്ക് തന്നു, ഞാനത് പറിച്ച് തിന്നു. ഹവ്വയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അപ്പോൾ ഹവ്വ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ പിശാച് പറഞ്ഞത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചതിയായി പോയി. ദൈവം പറഞ്ഞതായിരുന്നു ശരി, പിശാച് വഞ്ചിക്കുകയായിരുന്നു. അപ്പോൾ ഹവ്വ പറഞ്ഞു, പിശാച് എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീയെ ദൈവം പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ വേദനയോടെ ഗർഭധാരണം നടത്തും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പുരുഷനോട് പറഞ്ഞു, നീ വിയർപ്പ് കൊണ്ട് ഉപജീവനം നടത്തും എന്നെല്ലാം ദൈവം ഭൂമിയെയും മനുഷ്യനെ ശപിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഭൂമിയിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കുവാൻ അത് കാരണമായിട്ട് തീർന്നു. അതിനുശേഷം ദൈവം പിശാചിനോട് പറഞ്ഞ വാക്കാണ് നമ്മൾ ഉൽപ്പത്തി 3:14 കേട്ടത്. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഇതായിരുന്നു ദൈവം കൊടുത്ത കൽപ്പന. ദൈവം അവന് ശപിച്ചു കൊടുത്ത കൽപ്പന ഇതായിരുന്നു, നീ ഉരസുകൊണ്ട് ഗമിച്ച് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ദൈവം പിശാചിനോട് അങ്ങനെ പറയുമ്പോൾ അവൻ പാമ്പായിരുന്നു. ആ പാമ്പിനെ ദൈവം ശപിച്ചു, അവൻ ഉരസുകൊണ്ട് ഗമിക്കുന്നു. എന്നാൽ ഇവൻ എവിടെയാണ് പൊടി തിന്നുന്നത്? ഈ പിശാച് എവിടെയാണ് പൊടി തിന്നുന്നത്? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിശാച് പൊടി തിന്നുന്നത്? എന്നാൽ അവൻ ഇന്ന് അനേക ഇടത്ത് പൊടി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഉൽപ്പത്തി 3:19 വായിക്കാം. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഇത് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതാ. കാരണം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പിശാച് പറഞ്ഞ വാക്ക് കേട്ട് അനുസരണക്കേട് കാണിച്ചതിനാൽ ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ്, നീ പൊടിയാകുന്നു, നീ പൊടിയിൽ തിരികെ ചേരും. പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ ഇപ്പോൾ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ പിശാച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ദൈവത്തിന് പ്രസാദം വരുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അതിലേക്ക് ജീവിപ്പിക്കാതെ പിശാച് അവനെ അടിമയാക്കി കഞ്ചാവിനും മയക്കുമരുന്നിനും കള്ളിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ജഡ സ്വഭാവത്തിൽ വസിക്കുവാൻ തക്കവണ്ണം പ്രേരണ കൊടുത്ത് മനുഷ്യനെ ചതിച്ച് ഇന്നും വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അവൻ പൊടി തിന്നുകൊണ്ടിരിക്കുക. മനുഷ്യനോട് പറഞ്ഞു, നീ പൊടിയാകുന്നു. അവൻ മനുഷ്യനെയാണ് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യനെയാണ് അവൻ കൊന്നുകൊണ്ടിരിക്കുന്നത്. അവൻ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന മനുഷ്യനും ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുവാൻ, ദൈവമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെടുത്തുവാൻ അങ്ങനെ അവൻ പൊടി തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ 3 തരത്തിലുള്ള മനുഷ്യർ തിരുവെഴുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പ്രാകൃതൻ, ഒന്ന് ആത്മീകൻ, ഒന്ന് ജഡികൻ. അതിൽ പ്രാകൃതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 2:14, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവൻ അറിയില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരുവൻ, അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല, ദൈവമായിട്ട് അവന് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് അവൻ വന്നിട്ടില്ല. അതുകൊണ്ട് പിശാച് അവനെ തിന്നുകൊണ്ടിരിക്കുക. അവൻ ഒരു പ്രാകൃതനാണ്. അവൻ ദൈവത്തിനെതിരെ കുറ്റം പറഞ്ഞ്, ദൈവമക്കൾക്കെതിരെ കുറ്റം പറഞ്ഞ് അവൻ എപ്പോഴും പിശാചിന്റെ അടിമയായിട്ട് പിശാച് അവനെ തിന്നുകൊണ്ടിരിക്കുക, അവനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, അവനെ ചതിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജഡികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശിശുക്കളാണ്, രക്ഷിക്കപ്പെട്ടു, പക്ഷേ ആത്മീകമായിട്ട് ഒരു വളർച്ചയില്ല. ഇപ്പോഴും പാല് കുടിക്കുന്ന ഒരു പ്രായത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഗിഫ്റ്റ് നോക്കി വീട്ടിലുള്ളതെല്ലാം കൊണ്ടുവന്ന് പല രീതിയിലെല്ലാം ചെയ്യുന്നത് നമുക്ക് കൊടുത്ത് വഞ്ചിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെല്ലാം ആത്മീക വേലയിലാണെന്നും പറഞ്ഞ് പണത്തെ ചോദിക്കുമ്പോൾ സ്വർണം പണയം വെച്ചും കടമെടുത്തുമെല്ലാം ലോൺ എടുത്തെല്ലാം ചില ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്ന ചില ശിശുക്കളായിട്ടുള്ള ആളുകൾ നമുക്കിപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് ഒരു ആത്മീകരെ പോലെ സംസാരിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നില്ല, പാപ വഴികളെ വിട്ട് മാറുന്നില്ല, നിങ്ങൾ ഇപ്പോഴും പിശാചിന് ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ആത്മീകൻ എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 2:15, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആത്മീകനായിട്ടിരിക്കുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. പല പ്രോസസ്സിലൂടെ ദൈവം അവനെ കടത്തിവിട്ട് അവനൊരു ആത്മീക നിലവാരത്തിലേക്ക് മുന്നേറുമ്പോൾ, ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് അവൻ അടുത്തടുത്ത് വരുമ്പോൾ അവന് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ വരുന്നത് പിശാചിൽ നിന്നാണോ, ഇത് ദൈവത്തിൽ നിന്നാണോ, ഈ
സംസാരിക്കുന്ന ഈ നാം കേൾക്കുന്ന പ്രസംഗം ദൈവത്തിൽ നിന്നുള്ളതാണോ, പിശാചിൽ നിന്നുള്ളതാണോ, ദൈവാത്മാവിൻ്റെ ആണോ, അത് ജഡത്തിൽ നിന്ന് വരുന്നതാണോ, ഇങ്ങനെ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ ഒരു ആത്മീകന് സാധിക്കും. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. അവൻ ഇപ്പോഴും ജഡസ്വഭാവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ജഡത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് തിരുവഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനത്തിൽ നമുക്കത് ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവൃത്തിയും കാണുവാനായിട്ട് സാധിക്കും. ജഡത്തിന്റെ പ്രവൃത്തിയിൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന ജഡത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം അതിനേക്കാളും വലിയ ഒരു ദോഷകരമായ പാപമാണ് എന്ന് തിരുവെഴുത്ത് നമുക്ക് പഠിപ്പിക്കുന്നു. നാം വിചാരിക്കുന്നത് കല്ല്, മണ്ണ്, മരം, അതുപോലെ തന്നെ സ്വർണം, വെള്ളി, ഇതും കൊണ്ടൊക്കെ പണിയുന്ന ദേവനും ദേവികളും അത് മാത്രമാണ് വിഗ്രഹങ്ങളെന്നാണ് നാം നിരൂപിച്ചിരിക്കുന്നത്. എന്നാൽ ന്യായമായിട്ടല്ലാതെ പണം സമ്പാദിക്കുന്ന എല്ലാ തരത്തിലുള്ള പണസമ്പാദന രീതികളും വിഗ്രഹാരാധനയാണ്. അത് ഒരു ദ്രവ്യാഗ്രഹമാണ്. ഏത് വിധേനയും പണത്തെ സമ്പാദിക്കണം. അപ്പൊ ദുർനടപ്പുകാരൻ എഫെസ്യർ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവരാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശികളാവുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഇന്ന് ജഡികരായിട്ടാണ് ജീവിക്കുന്നത്. അവർ അത്യാഗ്രഹമുള്ള വിഗ്രഹാരാധികളാണ്, ദ്രവ്യാഗ്രഹമുള്ള വിഗ്രഹാരാധികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി കടബാധ്യതയിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. എന്നെ സഹായിക്കാൻ ഞാൻ പോയിരുന്ന സഭയിലുള്ള ആരും അന്ന് തയ്യാറായിരുന്നില്ല. എന്നെ ചില കെണികളിൽ നിന്നും കെട്ടുകളിൽ നിന്നെല്ലാം വിടുവിച്ചത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ്. ചില ആളുകളെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു, എൻ്റെ പക്ഷത്ത് നിർത്തി എനിക്ക് എൻ്റെ ന്യായത്തിന് വേണ്ടി സംസാരിക്കുവാൻ ചില ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ. ബാങ്കിലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഇടപെട്ടത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നെക്കുറിച്ച് ഒരു പരിചയമില്ലാത്ത ഒരു ഹിന്ദുവായിരുന്ന ഒരു സാറായിരുന്നു എനിക്ക് വേണ്ടി ബാങ്കുകാരുമായിട്ട് ഇടപെടുകയും ഒടുവിൽ ബാങ്ക് പരാജയപ്പെട്ട് എൻ്റെ പലിശയും മുതൽ പകുതിയാക്കിയൊക്കെ തരുന്ന ഒരു സംഭവങ്ങളുണ്ടായി. കാരണം ബാങ്ക് എന്നെ പറ്റിച്ചിരുന്നു. പക്ഷേ ഞാനിത് ആരോട് പറഞ്ഞാലും എൻ്റെ പക്ഷത്തു നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കടബാധയിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ വിശ്വാസികളായിട്ടുള്ള പല ആളുകളും വിചാരിക്കുന്നു, അതായത് സാമ്പത്തികമായിട്ട് കടമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർ നിരൂപിക്കുന്നത് ഇവൻ കുറച്ച് പഠിക്കട്ടെ, ദൈവം അവൻ്റെ കൂടെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇവർ കടത്തിൽ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് സൂക്ഷ്മതക്കുറവ്, രണ്ടാമത്തെ കാര്യം ദൈവം അവനെ ഒരു പരിശീലനത്തോടെ കടത്തിവിടുകയാണ്. കാരണം അവൻ പണം കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചിട്ടില്ല. വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ അവൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ദൈവം അവനെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചില വിശ്വാസികളായിട്ടുള്ള ആളുകൾ ധരിക്കുന്നത് എന്താണെന്നറിയോ? ഇവനെ സഹായിക്കാൻ പാടില്ല, ഇവൻ പഠിക്കട്ടെ, ഇവൻ അവിടെ കിടന്ന് പഠിക്കട്ടെ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട്. ഞാൻ എൻ്റെ കടത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ എൻ്റെ നാട്ടിൽ കൊലഞ്ചേരിയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഒരു വലിയ പണക്കാരൻ, ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ, മീൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനുജന്മാരൊക്കെ രക്ഷിക്കപ്പെടണം, അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ അവരെല്ലാം കൂട്ടിയിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് വണ്ടിക്കാശിന് പോലും പൈസ ഇല്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് അവിടെ വന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് അവിടെ പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ ആ ബ്രദറെ എന്നോട് ചോദിച്ചു, ബ്രദറിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തായി? ഞാൻ പറഞ്ഞു, ഒന്നും ആയിട്ടില്ല ബ്രദറെ, വലിയ പ്രശ്നത്തിൽ തന്നെയാണ്, ആ ദൈവം വിടുവിക്കും. അപ്പം എനിക്ക് ബാങ്ക് കടമുണ്ട്, ജപ്തി പ്രശ്നങ്ങൾ അടുത്ത് വന്ന് നിൽക്കുന്നു, പലവിധമായ കടത്തിൻ്റെ കെണിയിലാണ് നിൽക്കുന്നത്. ഒരു തീയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കർത്താവേ, ഈ മനുഷ്യൻ ഇത്രയും വലിയ കോടീശ്വരനാണല്ലോ, ഇത്രയും വലിയ വീട്, ഇത്രയും വലിയ വസ്തുവകളെല്ലാം ഉള്ള ഈ മനുഷ്യൻ ഒരു 200 രൂപ എടുത്ത് എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള വണ്ടിക്കാശ് എനിക്ക് ആകുമായിരുന്നല്ലോ. ഞാനൊരു വിശ്വാസിയല്ലേ, ഞാനൊരു ദൈവ പൈതലല്ലേ? എന്നിട്ട് ഹൃദയത്തിൽ വേദനയോടെ ഞാൻ ചിന്തിക്കേണ്ടായി. എനിക്ക് തന്നൊന്നുമില്ല, ഞാൻ അവിടുന്ന് പോയി. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം എന്നെ ചെറിയ രീതിയിൽ നടത്തി, ഞാൻ അവിടുന്ന് പോയി. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കെയറിങ്ങിൻ്റെ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു പ്രവർത്തനം ക്രമീകരിക്കുവാനായിട്ട് ഞാൻ ഒരു വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഡോർമെട്രിയിൽ ഞങ്ങളൊരു 4-5 പേര് ഒരുമിച്ച് താമസിക്കുകയാണ്. അതിലൊരാൾ ഈ വീട്ടിലെ ആളായിരുന്നു. ഇദ്ദേഹം അവിടെ ഭയങ്കരമായിട്ട് വിറച്ചപ്പോൾ എൻ്റെ ബ്ലാങ്കറ്റാണ് ഇദ്ദേഹത്തിന് തണുപ്പകറ്റുവാനായിട്ട് എന്നോട് ചോദിച്ചു, ഞാനത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ കാര്യം, ആ വസ്തുവകളെല്ലാം പോയി, ആ കോടീശ്വരൻ്റെ കോടിക്കണക്കായ സമ്പത്തുകളെല്ലാം പോയി. അപ്പോൾ ചില ആളുകൾ ധരിക്കുന്നത് പാവപ്പെട്ടവർ കടത്തിലൊക്കെ ആയി കഴിയുമ്പോൾ, ഒരു സാധാരണക്കാരനായ വിശ്വാസി കടക്കണിയിലൊക്കെ ആയി കഴിയുമ്പോൾ ദൈവം അവനെ കൈവിട്ടു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം ചിലരെ അവരുടെ അടുക്കിലൂടെ കടത്തി വിടുന്നത് ഇവൻ്റെ മനോഭാവം എന്താണ്? ഇവനൊരു ജഡികൻ്റെ മനോഭാവമാണോ, ഒരു പരീശൻ്റെ മനോഭാവമാണോ, അതൊരു നല്ല ശമരക്കാരൻ്റെ മനോഭാവമാണോ, ഇവനോട് ഈ പാവപ്പെട്ടവനോട് ഒരു മനസ്സലിവ് തോന്നുന്നുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നില്ല.
അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ അരികിലൂടെ പാവപ്പെട്ട ചില വിശ്വാസികളെ ദൈവം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നീ ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് വിചാരിച്ചിരിക്കുകയൊന്നും വേണ്ട. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരണയ്ക്കൊത്തവണ്ണം നീ ആ സഹോദരനെ സഹായിക്കണം. ചിലയിടത്ത് സഹായിക്കണ്ട എന്ന് ദൈവം പറയും, അവിടെ സഹായിക്കുകയും ചെയ്യരുത്. എന്നാൽ സഹായിക്കാൻ പറഞ്ഞാൽ നാം സഹായിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഇന്ന് പറയുകയാണ്. ഇന്നലെ രാവിലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു സഹോദരനെ വിളിക്കാനായിട്ട് ഒരു പ്രേരണ തോന്നി. കുറച്ച് നാളുകളായിട്ട് അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ഇല്ല. തമിഴ്നാട്ടിലുള്ളൊരു സഹോദരനാണ്. അദ്ദേഹം എന്നോട് ഒരു ചെറിയ തുക വായ്പ വാങ്ങിയിട്ട് അത് കൃത്യമായിട്ട് തന്നില്ല. പല ഗഡുക്കളായിട്ടാണ് തന്നത്. അപ്പോൾ ഇനി അദ്ദേഹമായിട്ട് അധികം അടുപ്പം വേണ്ട, കാരണം ഇനിയും പണം ചോദിച്ചാലോ അല്ലെങ്കിൽ അത് പിന്നെ എനിക്കൊരു മനസ്സിന് കഷ്ടമാകുമല്ലോ ചിന്ത കാരണം ഞാൻ വിളിക്കാനായിട്ട് പോയില്ല. അദ്ദേഹം എന്നെ വിളിച്ചില്ല. എന്നാൽ എനിക്ക് ഇന്നലെ രാവിലെ അദ്ദേഹത്തെ വിളിക്കാനായിട്ടൊരു തോന്നൽ. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട്, അദ്ദേഹം ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു വസ്തു കച്ചവടത്തിൽ. ഞാൻ ചോദിച്ചു, ആ വസ്തു കച്ചവടം നടന്നോ? അത് കച്ചവടം നടന്നു. അപ്പോൾ ഒരു അല്പം പൈസ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങളുടെ കടത്തിനൊക്കെ ഒരു ആശ്വാസമില്ല? എന്നോട് പറഞ്ഞു, ഇല്ല ബ്രദറെ, ഒന്നും കിട്ടില്ല. എന്ത് പറ്റി? ഇല്ല, അത് എനിക്ക് 2000-3000 രൂപ തരാമെന്നാണ് ആൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, എന്താണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് 2% കമ്മീഷൻ കിട്ടണ്ടേ? അതെ, പക്ഷേ അത് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, എത്ര ദിവസമായി കച്ചവടം നടന്നിട്ട്? 15 ദിവസമായെന്ന് പറഞ്ഞു. ഓ ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ വസ്തു വിറ്റ ആളെ ഞാൻ വിളിച്ചു. എന്താണ് നിങ്ങൾ ആ സഹോദരനോട് അങ്ങനെ കാണിച്ചിരിക്കുന്നത്? നിങ്ങൾ 2% അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? എന്തായാലും ഞാൻ കുറച്ച് സമയം സംസാരിച്ചു, ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഞാനത് ദൈവത്തിന്, അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് തലയിടുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് തലയിടുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു മകൻ, അദ്ദേഹവും ദൈവത്തിൻ്റെ ഒരു മകൻ, നിങ്ങൾ ഈ പൈസ കൊടുത്തേ ആകൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്തായാലും വൈകുന്നേരം ആ പൈസ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ആ കൊടുത്തതിന് ശേഷം ഇന്ന് രാവിലെ ആ സഹോദരൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, ഗുണ്ടകൾ വെട്ടുകത്തിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം വന്നിട്ട് പോയി. ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് കരഞ്ഞ് നിലവിളിച്ച് അദ്ദേഹം ഓടി നടക്കുകയാണ്. അദ്ദേഹം അവിടെ ഇവിടെ ഇനി കിട്ടാനായിട്ടില്ല, ആ രീതിയിൽ അദ്ദേഹം ഓടി നടക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ ഇടപെടലുണ്ടാകുകയും ദൈവം അത് മാനിച്ച് ആ പണം വാങ്ങിക്കൊടുക്കുവാൻ ഇടയായിട്ട് തീരുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഒത്തിരി കുറേ കരഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും, എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല, ദൈവമാണ് അതെല്ലാം ഇടപെട്ടിരിക്കുന്നത്, ദൈവമാണ് പ്രേരണ തന്നത്, അതുകൊണ്ടാണ് വിളിച്ചത് എന്നെല്ലാം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പണം സമ്പാദിക്കണം, അത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അത്യാഗ്രഹമാകുന്ന ദ്രവ്യാഗ്രഹം നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. എൻ്റെ ഒരു സമ്പത്ത് പിടുങ്ങി വെച്ചിരിക്കുന്ന ഒരു ദൈവദാസനുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു നാൾ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ വിശദമായിട്ട് പറയും. അന്ന് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നും കൂടി ഞാൻ മുൻകൂട്ടി പറയും. അത് വലിയ ഒരു ന്യായവിധി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ നടക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, മണ്ണ് തിന്നുന്ന പിശാചിന് നമ്മളെ ഇട്ടുകൊടുക്കില്ലേ? അത്യാഗ്രഹമാകുന്ന ദ്രവ്യാഗ്രഹത്തിലേക്ക് നമ്മൾ ആരും പോകില്ലേ? അതൊക്കെ മനുഷ്യനെ ചതിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനി വചനത്തെ കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുക. നാം ഒരു ജഡികനായിട്ടിരിക്കാതെ, ആത്മീകമായി ശിശുവായിട്ടിരിക്കാതെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.